ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്ന് രാവിലെ ഉറക്കണീറ്റ മുതൽ ഒരു ആഗ്രഹം കേട്ടോ, പഴങ്കഞ്ഞി കുടിക്കണമെന്ന്. എന്താണെന്നറിയില്ല, നല്ലൊരു കൊതി. അപ്പൊ ഇന്ന് പഴങ്കഞ്ഞി കുടിച്ചിട്ട് എന്റെ കാര്യം എന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയാലോ? വേറെ എവിടെയല്ല കേട്ടോ നമ്മൾ പോകുന്നത്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ ഉള്ളതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കിടിലൻ പഴങ്കഞ്ഞി കുടിക്കാവേ. അപ്പൊ നമുക്ക് ഇവിടെ ചട്ടിയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് പാത്രത്തിൽ തന്നെ കുടിക്കാവേ. അങ്ങനെ ആദ്യം നമ്മൾ പഴങ്കഞ്ഞിയും കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് അങ്ങ് ഒഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാവേ. ഉള്ളിയുടെ കൂടെ തന്നെ കുറച്ച് പച്ചവെള്ളം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഇങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല തൈരാണ് കേട്ടോ. അപ്പൊ തൈരില്ലാതെ ഇങ്ങനെ വഴങ്ങി കുടിക്കും. അപ്പൊ കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ വെതറിയപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ കൂടെ തന്നെ തലേന്ന് നമ്മൾ പറ്റിച്ച് വെച്ച അയിലക്കറി ഉണ്ട് കേട്ടോ, നല്ല മാങ്ങ ഇട്ട് വെച്ചത്. പിന്നെ ഞാൻ ഇതിന്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് പുളിമുളക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉള്ളിയൊക്കെ ഇട്ട്. അതും അയില പൊരിച്ചതും പിന്നെ നാരങ്ങാച്ചാറും അതിന്റെ കൂടെ തന്നെ മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടത് ഇത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇന്നേക്കൊരു പൊടി പഴങ്കഞ്ഞി നമുക്ക് അടിച്ചു പൊളിച്ച് രാവിലെ കുടിക്കാവേ. അപ്പൊ നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയാലോ. അപ്പൊ പഴങ്കഞ്ഞി ഇങ്ങനെ കുടിക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഉള്ളി മുളകും കൂട്ടിയിട്ട് നമ്മൾ ആ തൈരൊക്കെ ആയിട്ട് കുഴച്ച് വെച്ചിട്ടോ. പിന്നെ അതിന്റെ പുറത്തേക്ക് അയിലക്കറി, നമ്മുടെ പറ്റിച്ച് വെച്ച അയിലക്കറി അങ്ങോട്ട് ഒഴിച്ച്, പിന്നെ കുറച്ച് പുളിമുളകും, ഞങ്ങളിവിടെ പുളിമുളക് എന്നാണ് കേട്ടോ പറഞ്ഞത്, അതും കൂടി ഇട്ട് അങ്ങോട്ട് കുഴച്ച്. പിന്നെ നമ്മുടെ മെയിനായിട്ട് മാങ്ങാച്ചാറ്, അതിൽ നിന്ന് ഒരു മാങ്ങാ കഷ്ണം എടുത്ത് ഇത് ഇത്രയും കൂടി ഇട്ട് കൂട്ടി ഒരു പൊടി. ഓഹ്, എന്താന്നല്ലേ പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ്, അത് വേറെ തന്നെ കേട്ടോ. ആ തൈരിന്റെ പുളിയും കൂടെ ആയപ്പോഴത്തേക്ക് സ്വർഗം. കുറെ നാൾ കൂടി ഇരുന്നിട്ട് ആട്ടോ പഴങ്കഞ്ഞി കുടിക്കുക, അതുകൊണ്ടാണ് അറിയില്ല. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ പൊരിച്ച മീൻ, ആ മീൻ പൊരിച്ചതും ഒരു കഷ്ണവും കൂടി ഇട്ടിട്ട് അടുത്ത പിടി. ഓഹ്, എന്ത് ടേസ്റ്റാന്നല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറെ നാളുകൾ കൂടി ഇരുന്ന് കുടിച്ചോണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ അടുത്ത് കുഞ്ഞുമണി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ എരിയൊന്നും ഇടാതെ ഞാൻ അതിന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞുമണിയുടെ എക്സ്പ്രഷൻ നോക്കിയാൽ പുളി ഉള്ളി ചെന്നതിന്റെയാണ് കേട്ടോ, തൈര് കൊടുത്തതിനാണ്. പിന്നെ അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രണ്ട് അനിയന്മാർക്കും ഞാൻ ഓരോ പിടി വെച്ച് ആദ്യമേ അങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്ന അനിയത്തിയാണ് കേട്ടോ, അവൾക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഈ പഴങ്കഞ്ഞി മൊത്തം കുടിച്ചാലോ. അപ്പൊ ഇനി മൊത്തം കുടിച്ചിട്ട് കാണാം അല്ലേ, അടുത്ത പാട്ട് എന്താന്നല്ലേ. അപ്പൊ ഈ പഴങ്കഞ്ഞിന്റെ ഒക്കെ വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചോറൊക്കെ കഴിച്ചിട്ട് ഈ ലാസ്റ്റ് വന്ന പഴങ്കഞ്ഞി വെള്ളത്തിനകത്ത് കുറച്ച് അച്ചാറും കൂടി ഇട്ട് കലക്കിയിട്ട് ഒരു കൂടി കുടിക്കണം. ഓഹ്, പിന്നെ ഒന്നും നോക്കണേ, എന്ത് ടേസ്റ്റാ. അങ്ങനെ ചെയ്യണ്ട. ലാസ്റ്റത്തെ പാട്ടും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് ആർക്കും കൊതി വരല് കേട്ടോ, എനിക്ക് എന്റെ വയറിന് റെസ്റ്റ് വേണമേ. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞി നമ്മുടെ പഴങ്കഞ്ഞി കഥ ഇത്രയുള്ളൂ കേട്ടോ. അപ്പൊ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ.